അല്ലാഹുവിന്റെ മുർസലീങ്ങൾക്കെല്ലാം ഇമാമാണ് ഇയാൾ. വഹുവ ഇയാൾ മുമ്പിറ്റും ആ മുർസലീങ്ങളെല്ലാം സഹായിച്ച ആളുമാണ്. ഫഖദ് ഫാഖ ഇയാൾ മേലെയായിട്ടുണ്ട്. ചില ആളുകൾക്കെല്ലാം ഖദ് ജാഅ ബിൽ ഹഖ് ലിൽ ഖൽഖ് സൃഷ്ടികൾക്ക് ഹക്കും കൊണ്ടുവന്നവർക്കെല്ലാം നേതാവുമാണ്. ഫഖദ് ഫാഖ ഇയാൾ നേതാവായിട്ടുണ്ട്. ആർക്കെല്ലാം ഖദ് ജാഅ ബിൽ ഹഖ് സത്യം കൊണ്ടുവന്നവർക്കെല്ലാം. ആരിലേക്ക് സത്യം കൊണ്ടുവന്നു? ലിൽ ഖൽഖ് സൃഷ്ടികളിലേക്ക് സത്യം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആര് വന്നോ അവർക്കെല്ലാം ഫാഖ മേജയാണ് ഇയാളെ മേജ ഇനി ഒരാളില്ല. മനസ്സിലായി? പറഞ്ഞത് അർശ് പോലും അങ്ങയുടെ കാലൊന്ന് ചവിട്ടാൻ വേണ്ടി താഴ്ന്നു തന്നത് ഓർമ്മയില്ലേ? അർശ് അള്ളാഹുവിന്റെ അർശ് ഒന്ന് ചവിട്ടാൻ വേണ്ടി കുതിക്കുന്നു ഈ മനുഷ്യന്റെ കാലൊന്ന് ചവിട്ടാൻ. യാ സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി നിങ്ങളെ സ്നേഹിച്ചാലേ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ ഒരിക്കലും കഴിയും, അല്ലെങ്കിൽ കഴിയൂല, ഒരിക്കലും കഴിയില്ല. മറ്റൊരു വെറും വർത്താനം. അത് അള്ളാഹ് നമുക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹ് നമ്മൾ സ്നേഹിക്കണം, അല്ലെങ്കിൽ കഴിയില്ല. അള്ളാഹുവിനെ നിനക്ക് സ്നേഹിക്കണമെങ്കിൽ നിന്നെ അള്ളാഹു സ്നേഹിക്കണം, അല്ലെങ്കിൽ കഴിയില്ല. അങ്ങനെ ഒരു ആയത്തുണ്ട്. ആകാശങ്ങളും ഭൂമിയും റത്തക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേർന്ന് കിടക്കുക. പിന്നെ ഫതഖനാഹുമാ നാം അവയെ വിട്ടുപിരിച്ചു. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആകാശവും ഭൂമിയും ഒക്കെ ഒട്ടിച്ചേർന്ന് കിടക്കുക. എല്ലാം ഒട്ടിച്ചേർന്ന് എല്ലാം ഒട്ടിച്ചേർന്ന് കിടക്കരുത്. പിന്നെ നാം അതിനെ വിട്ടുപിരിച്ചു. വിരഹികൾ നാം എല്ലാം ചില വിരഹികളല്ലോ പാരവും വാനവും ഉരുകുന്നുരുളുന്നവയും പണ്ടൊരു വിരഹം ചേർത്ത വിഷാദ ചൂടാൽ. അങ്ങനെ ഒരു വരിയുണ്ട് അയ്യപ്പ പണിക്കര കവിതയിൽ. ഭയങ്കര വർത്താനാണ്. ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് ലോകത്തെ പ്രപഞ്ചം മുഴുവനും ഒരു കാലത്ത് ഒന്നായി കിടക്കിയിരുന്നു, പിന്നെ വിട്ടുപിരിച്ചതാ. ഇതെന്നെ ഖുർആൻ പറയുന്നുണ്ട്. അന്ന സമാവാതി വൽ അർള ആകാശങ്ങളും ഭൂമിയുമെല്ലാം കാനത റത്ഖൻ അവ ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു. ഫതഖനാഹുമാ നാം അവയെ വിട്ടുപിരിച്ചതാണ്. വിരഹികൾ നാം എല്ലാം ചില വിരഹികളല്ലോ പാരവും വാനവും ഭൂമിയും ആകാശവുമെല്ലാം വിരഹികളാ. വിട്ടുപിരിഞ്ഞോല വിരഹി, വിട്ടുപിരിഞ്ഞവൻ. വിട്ടുപിരിഞ്ഞതിൽ ദുഃഖമുണ്ടാവുക, അതിനാണ് വിരഹ ദുഃഖം. ഗൾഫിൽ പോയ ഭർത്താവിന് ദുഃഖം ഉണ്ടാവും. എന്തിന്? ഭാര്യയെ വിട്ടുപിരിഞ്ഞു. ഗൾഫിൽ ഭർത്താവ് പോയാൽ ഭാര്യയ്ക്കും ദുഃഖം ഉണ്ടാവും. അതും അവളും വിരഹി, അവനും വിരഹി. ആകാശവും ഭൂമിയൊക്കെ ഒട്ടിച്ചേർന്ന് കിടക്കായിരുന്നു. പിന്നെ അവരെ കുടുംബത്തിനെ വിട്ടുപിരിച്ചു. ഈ ഒരു കാലത്ത് സൃഷ്ടികളെല്ലാം ഒറ്റ സാധന, പിന്നെ വിട്ടുപിരിച്ചു. അപ്പോൾ അവർക്ക് വിട്ടുപിരിഞ്ഞതിൻ്റെ വിരഹവേദന ഉണ്ടായി. അതാണ് വിരഹികൾ നാം എല്ലാം ചില വിരഹികളല്ലോ പാരവും വാനവും ഉരുകുന്നുരുളുന്നവയും പണ്ടൊരു വിരഹം ചേർത്ത വിഷാദ ചൂടാൽ. അവയെ ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഇങ്ങനെ ഉരുകി ഇങ്ങനെ കറങ്ങാനുള്ള കാരണം എന്താ? അവ തമ്മിൽ കൂടാനുള്ള അന്വേഷണത്തിലാണ്. ഉരുകുന്നുരുളുന്നവയും പണ്ടൊരു വിരഹം ചേർത്ത വിഷാദ ചൂടാൽ. വിരഹത്തിനൊരു ചൂടുണ്ട്. മനസ്സിലാണ്ടോ പറഞ്ഞു? നല്ല കവിതയാണ്. നല്ലൊരു ജീനിയസായ കവിയായിരുന്ന അയ്യപ്പ പണിക്കർ മരിച്ചുപോയി. അപ്പോൾ എന്നതുപോലെ കാനത്തറത്തഖൻ റത്തഖ് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേർന്ന് കിടക്കലിൻ്റെയും വിട്ടുപിരിക്കലിൻ്റെയും ഉടമക്കാരനായ അവൻ പറഞ്ഞപ്പോൾ അവ വെട്ടിച്ചേർന്നു, അവൻ പറഞ്ഞപ്പോൾ വിട്ടുപിരിഞ്ഞു. എല്ലാം അവനാണ്. മനസ്സിലാണ്ട് പറഞ്ഞു? അങ്ങനെ ഒക്കെ അവനാണ്. എല്ലാം കൂട്ടുന്നവനാണ്, എല്ലാം പിരിക്കുന്നതും അവനാണ്, ഒക്കെ അവനാണ്, എല്ലാം അവനാണ്. അപ്പോൾ റത്തഖിൻ്റെയും ഫതഖിൻ്റെയും ഉടമക്കാരനായ റത്തഖിൻ്റെയും ഫതഖിൻ്റെയും ഉടമക്കാരനായ റബ്ബിൻ്റെ സന്നിധാനത്തിൽ ഏറെ ബഹുമാനിയായ വ്യക്തിയാണ് ഈ റസൂൽ മുഹമ്മദ്. റസൂലുൻ അമീനുൻ 8 മണിക്കൂർ 9 മണി ക്ലാസ്സായി. റസൂലുൻ അമീനുൻ അക്രമുൽ ഖൽഖി കുല്ലിഹി ലദാ ഹളറത്തിർ റഹ്മാനി ദിർറത്ഖി വൽ ഫത്ഖ്. എല്ലാവരും പള്ളിപ്പറമ്പിലേക്ക് ഇങ്ങനെ കണ്ടാൽ നോക്കും. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു നാട്ടിലുള്ള യാത്ര പോയി. സീനം ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര പോയപ്പോൾ ഒരു പള്ളീൻ്റെ മുകൾ ഭാഗത്ത് ഞങ്ങൾ പള്ളി നിസ്കരിക്കാൻ കയറിയപ്പോൾ ആ പള്ളിയുടെ
ഉസ്താദ് ഞങ്ങൾക്ക് വിശാല 5 ഏക്കറുള്ള മയ്യത്ത് മറവ് ചെയ്ത ഒരു വിശാലമായ പള്ളിപ്പറമ്പ് കാണിച്ചു. 5 ഏക്കറിൽ ഇങ്ങനെ കിടക്കുക മനുഷ്യന്മാർ. വയനാട് വെച്ച് റിപ്പണിലുള്ള ബഹുമാനപ്പെട്ട അലി ഫൈസി എന്ന ഉസ്താദ്, ഞങ്ങൾക്ക് കാണിച്ചു. വിശാലമായി കിടക്കുന്ന പള്ളിപ്പറമ്പ്, റിപ്പണിലെ പള്ളിപ്പറമ്പ് 5 ഏക്കർ. അപ്പം എന്താ പറയാനുള്ള കാരണം എന്താ? ഇവരൊക്കെ ഒരു കാലത്ത് ഒട്ടിച്ചേർന്ന് ജീവിച്ചവരാ. പിന്നെ അവർ പിരിയാതിരിക്കാനാണ് നോക്കുക. ഈ പിരിഞ്ഞാൽ തന്നെ വല്ലാതെ പിരിയാതിരിക്കാൻ നോക്കും. ഭാര്യ ഭർത്താവിനോട് പറയും, ഞാൻ ആദ്യം മരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ മരിക്കും, നിങ്ങൾ വസിയത്ത് ചെയ്യണേ, നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ കിടക്കണേ എന്ന് സ്നേഹമുള്ളവരങ്ങനെ പറയും. അങ്ങനെയാണ് എൻ്റെ ഉമ്മയുടെ ഖബർ മുന്നിലും എൻ്റെ വാപ്പാൻ്റെ ഖബർ ബാക്കിലുമാണ്. ആദ്യം വാപ്പ മരിച്ചു, പിന്നെ ഉമ്മ മരിച്ചു. പക്ഷെ തൗഫീഖിൻ്റെ ഒരു കാര്യം എന്താ, ഉമ്മയും വാപ്പ മുന്നിൽ വെച്ചു. ചരിത്രം അങ്ങനെയാണ്. വാപ്പ എന്തിനും ഉമ്മയെ മുന്നിൽ വെക്കുമായിരുന്നു. അത് മരിച്ചപ്പോഴും അങ്ങനെയായി. അപ്പോൾ വാപ്പാൻ്റെ ഖബർ ചെരിഞ്ഞ് കിടക്കുകയാണല്ലോ. ഉമ്മ മുന്നിൽ ചെരിഞ്ഞിടക്കുക, വാപ്പ ബാക്കിൽ ചെരിഞ്ഞിടക്കുക. ഒരല്പം ചെരിവുണ്ടാവും പടിഞ്ഞാട്ട്. അപ്പോൾ ഇത് വിട്ടുപിരിഞ്ഞാലും വിട്ടുപിരിയാത്തൊരവസ്ഥ. ഞാനറിയുന്ന ഒരാൾ മരിച്ചു. മരിച്ചപ്പോൾ ഭാര്യക്ക് ഭർത്താവിൻ്റെ അടുത്ത് തന്നെ കിടക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റി നേരത്തെ അനുമതി വാങ്ങി അതിനുള്ള പൈസയും അടച്ചു. തൊട്ടടുത്തൊരു ഖബറിൻ്റെ സ്ഥലം, ഖബർ കുഴിച്ചും വെച്ചു, വസിയത്തും ചെയ്തു. പള്ളി കമ്മിറ്റിക്ക് പൈസയും കൊടുത്തു. പിന്നെ അവർ ഹജ്ജിന് പോയപ്പോൾ നാട്ടിലൊരാൾ മരിച്ചു. അപ്പോൾ ഏതോ അന്തം വിട്ടവർ ആ ഖബറിൽ കൊണ്ട് മറവ് ചെയ്തു. പിന്നെ അവർ തിരിച്ചു വന്നപ്പോൾ ഖബർ പോയി. പിന്നെ അവർക്ക് വേദനാജനകമായ അവസ്ഥ ഉണ്ടായി. പറയാനോ ഇല്ല. എന്തുകൊണ്ട്? അവിടെ കൂടിച്ചേർന്ന് കിടക്കൽ റബ്ബിൻ്റെ തഖ്ദീറിൽ ഇല്ല. തഖ്ദീറാണല്ലോ. മനസ്സിലാണല്ലോ പറഞ്ഞത്. സ്നേഹമുള്ളവർക്ക് അടുത്തിടക്കാൻ ആഗ്രഹമുണ്ടാവും. അവർക്ക് വിട്ടുപിരിയാൻ ഇഷ്ടേ ഉണ്ടാവില്ല. ആകാശത്തിനും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടന്നിട്ട് ഇവർ തമ്മിൽ വിട്ടുപിരിയാൻ ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്, ഒരുകുന്നൊരുളുന്നവയും പണ്ടൊരു വിരഹം ചേർത്ത വിഷാദ ചൂടാൽ എന്ന് കവി പറയാനുള്ള കാരണം വിട്ടുപിരിയാൻ ഇഷ്ടമുണ്ടാവില്ല. വിട്ടുപിരിയാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാ സന്ധ്യകളും ദുഃഖമാണ് ഉണ്ണി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതെവിടെയാണ് ഞാൻ വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരുപക്ഷെ ജി വിജയൻ്റെ പുസ്തകത്തിലായിരിക്കും, ഖസാക്കിലാണെന്ന് എൻ്റെ ഓർമ്മ. വിജയൻ്റെ പുസ്തകത്തിൻ്റെ വാക്ക്. സന്ധ്യ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയലാണ്. എന്താണെങ്കിലും എത്ര ചങ്ങായിയാണെങ്കിലും രാത്രിയിൽ പിരിയും. മനസ്സിലാണ്ട് പറഞ്ഞത് അങ്ങനെയാണ്. പിരിയാന്ന് പറഞ്ഞാൽ മനുഷ്യൻ സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പം ആകാശത്തിനും ഭൂമിക്കും വരെ അത് സഹിക്കാൻ കഴിയും. അപ്പം അതിൻ്റെ എല്ലാം ഉടമക്കാരൻ റബ്ബാണ്. റബ്ബ് എന്താ പറഞ്ഞാൽ അത് നടക്കും. റബ്ബ് കൂടാൻ പറഞ്ഞാൽ കൂടും, റബ്ബ് പിരിയാൻ പറഞ്ഞാൽ പിരിയും. റബ്ബാണ് എല്ലാത്തിൻ്റെ അധികാരി അവനാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരും, നമ്മളെ ഉറ്റവരുടെയവർ, നമ്മുടെ ഭാര്യ സന്താനങ്ങളെ കൂടെ മരണപ്പെട്ട് അവരടുത്തടുത്ത് കടന്ന് അവരെ കൂടെ നാളെ മഹ്ശറിൽ വരാൻ, അവരോടുകൂടെ സിറാത്ത് കടക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, അഹിബ്ബാവ്, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തവർ, 10-26 കൊല്ലമായി തുടങ്ങിയ ക്ലാസ്സാണ്. അതിനൊക്കെ ഇഷ്ടപ്പെട്ടവർ, ആയിരക്കണക്കായ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവരെയും നമ്മുടെയൊക്കെ അല്ലാഹു തആല ഒരുമിച്ച് സിറാത്ത് പാലം നടത്തി തരട്ടെ. അവരെ ഒരുമിച്ച് സിറാത്ത് പാലം നടത്തി തരട്ടെ. ഒരുമിച്ച് അല്ലാഹു തആല സ്വർഗ്ഗവാതിൽ നടത്തി തരട്ടെ. ഒരുമിച്ച് തന്നെ കിടക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്നെ സഹായിച്ചു അനവധി ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. ഫലാ ഫസ്ഖനി റസൂലുൻ അമീനുൻ അക്രമുൽ ഖൽഖി കുല്ലിഹി ലദാ ഹളറത്തിർ റഹ്മാനി ദിർറത്ഖി വൽ ഫത്ഖ്. അതുകൊണ്ടാണല്ലോ ഈ മനുഷ്യൻ മദീനയിൽ മറവ് ചെയ്യപ്പെട്ടപ്പോൾ ബിലാൽ പുറത്തേക്ക് ഓടി. കാരണം ഈ മനുഷ്യനെ വിട്ടുപിരിയാൻ കഴിയില്ല.
പുണ്യ റസൂൽ മറവ് ചെയ്യപ്പെട്ടതിൻ്റെ 3-ാം ദിവസം നാട് വിട്ടുപോയി. ആര്? സയ്യിദുനാ ബിലാൽ. വിട്ടുതരാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. പിന്നെ ആ മദീനയെ കാണാൻ കഴിയില്ല. പിന്നെ ആ മദീന എവിടെ ഇരുട്ടായി തോന്നിയെന്നാണ് ബിലാൽ പറഞ്ഞത്. റസൂൽ വഫാത്തായ ദിവസം എനിക്ക് ഇരുട്ട് പോലെ തോന്നി. പിന്നെ എൻ്റെ കണ്ണിൽ സൂര്യൻ ഉദിച്ചിട്ടേയില്ല. പിന്നെ എൻ്റെ കണ്ണിൽ സൂര്യൻ ഉദിച്ചിട്ടേ. പ്രക്ഷോഭിതമായ പല പകലുകൾ എത്രയുണ്ട്. എനിക്ക് ഇരുട്ട്, ഒന്നും ഇരുട്ട്, പിന്നെ ഇരുട്ട്, പിന്നെ ഇരുട്ട്. 3-ാം ദിവസം സിദ്ദീഖുൽ അക്ബർ ഖലീഫയായപ്പോൾ ഞാൻ സിദ്ദീഖിനോട് പറഞ്ഞു, എനിക്കൊരാവശ്യം പറയാനുണ്ട്. പറഞ്ഞു, നിങ്ങളല്ലേ ഖലീഫ, എന്നോട് പറയാം, നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ അർഹത. ഞാനാണ് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഞാനാണ് ഖലീഫ. എന്താണ് ബിലാലെ വേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഇതല്ലി അൻ അഖ്റുജ മിനൽ മദീന, മദീനയിൽ നിന്ന് പുറത്തേക്കു, മദീനയിൽ നിന്ന് പുറത്തേക്ക് എനിക്ക് സമ്മതം തരും. ഇവിടെ ഇഷ്ടം എനിക്ക് കാണാൻ വയ്യ, എനിക്ക് ഇരുട്ട് ജീവിക്കാൻ കഴിയൂല, എനിക്ക് പുറത്തേക്ക് ഓടാൻ സമ്മതം തരും. എനിക്ക് മദീനയോട് 1 പകലും 2 പകലും 3 പകലും വന്നിട്ട് എനിക്ക് ഇരുട്ട് നീങ്ങിയില്ല. പിന്നെ സിദ്ദീഖുൽ അക്ബർ ഖലീഫയായപ്പോൾ ഞാൻ പോയി പറഞ്ഞു, എനിക്ക് മദീനയിൽ ഓടണം, എനിക്ക് വയ്യ, ഞാൻ വെളിച്ചമുള്ള മദീനയെ കണ്ടിട്ടുള്ളൂ, ഞാൻ ഇരുട്ടുള്ള മദീനയെ കണ്ടിട്ടില്ല, എനിക്ക് ഇരുട്ടുള്ള മദീന ഇഷ്ടമില്ല, ഞാൻ പോവാണ്. ആദ്യം സിദ്ദീഖുൽ അക്ബറിനെ പിന്നെ കാര്യം മനസ്സിലായി. അപ്പോൾ സമ്മതം കൊടുത്തു. കാരണം സിദ്ദീഖിന് ആ വേദന അറിയും. ഒരാളെ കണ്ണിൽ ഇരുട്ട് കയറിയാൽ പിന്നെ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് സിദ്ദീഖിന് അറിയും. കാരണം പ്രേമത്തിൻ്റെ വേദനയും വിരഹവേദനയും ഏറെ അനുഭവിച്ച ആളാണ് ആര്? സിദ്ദീഖ്. പിന്നെ സിദ്ദീഖ് സമ്മതം കൊടുത്തു. പിന്നെ നാട് വിട്ടു പോയി. മദീനക്കാർ മുഴുവനും ബിലാലിൻ്റെ പിന്നാലെ നടന്നു. ഒരു മനുഷ്യൻ നാട് എവിടേക്ക് പോകുന്നത് അയാൾക്കറിയില്ല. ലോക ചരിത്രത്തിൽ എങ്ങനെ സംഭവം ഉണ്ടോ? ഒരു മനുഷ്യൻ നാട് വിട്ടു പോകുമ്പോൾ ആ മനുഷ്യനെ യാത്രയാക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ അങ്ങനെ സംഭവില്ല. ആയുസ് മുഴുവനും വായനല്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ റബ്ബിൻ്റെ സഹായത്താൽ ഇതിന് സമാനമായ സംഭവം ഞാൻ എൻ്റെ ആയുസ് കണ്ടിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടോ? മനസ്സിലായില്ല. ഒരു മനുഷ്യൻ നാട് വിട്ടു പോകുമ്പോൾ ആ മനുഷ്യനെ യാത്രയാക്കാൻ ഒരു ജനത ഒന്നിച്ചു പോവുക. മദീനക്കാർ മുഴുവനും മദീനയുടെ അതിർത്തി വരെയും കരഞ്ഞുകൊണ്ട് പിന്നാൽ അബൂബക്കർ അൻയമീനി ഉമർ വന്നസാരി വലത് ഭാഗത്ത് കരഞ്ഞുകൊണ്ട് സിദ്ദീഖും, ഇടത് ഭാഗത്ത് കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് കരഞ്ഞുകൊണ്ടേ പോകും. കണ്ണീര് വസ്ത്രത്തിൻ്റെ തലപ്പുണ്ട്, കണ്ണീരൊപ്പി രണ്ട് പിന്നാലാണ്. ഒരു ജനത ഒന്നടങ്കും ബാക്കിൽ കരയ. കാരണം കൂടിച്ചേർന്നവർ വിട്ടുപിരിയാതിരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? കേന്ദ്രബന്ധം നഷ്ടപ്പെട്ടു. ഇനി അവർക്ക് കൂടാൻ അതുപോലെ കഴിയില്ല. എന്താ സംഭവമൊക്കെ? അല്ലാഹു തആല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കീഴിൽ സന്തോഷമായി കൂടാൻ നാളെ നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളോട് കൂടെ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മൾ വിട്ടുപിരിയാനൊരു കാരണമാവാതിരിക്കട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ നമുക്കൊക്കെ തെറ്റും കുറ്റമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ അല്ലാഹു തആല ഗഫൂറായ റബ്ബാണ്. അല്ലാഹു മാപ്പ് ചെയ്യും. അല്ലാഹു എത്രയും ഗഫൂറായ റബ്ബാണ്. അല്ലാഹുവിൻ്റെ കരുണയ്ക്ക് ഒരറ്റമില്ല എന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. പണ്ട് മനസ്സിലാക്കിയതുപോലെ അല്ല ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലാഹുവിൻ്റെ കരുണയ്ക്ക് ഒരറ്റമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എനിക്ക് വിവരമില്ലാത്ത മനുഷ്യനാണ് ഞാൻ. എനിക്ക് അല്ലാഹുവിൻ്റെ കരുണ മനസ്സിലാവണേ ഇല്ല.
എന്താണ് അള്ളാഹുവിൻ്റെ കരുണക്ക് അവസാനം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രയേറെ കരുണയുള്ള റബ്ബ്, കരുണ്യവാനായ റബ്ബ്, കരുണാനിധിയായ മുസ്തഫ റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ നമ്മളെ കൂട്ടിത്തരട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളോട് കൂടെയും നമ്മുടെ സ്നേഹക്കടലുകളായ നമ്മളെ സഹായിക്കുകയും സഹകരിക്കുകയും നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്ത നമ്മുടെ ഗുണകാംക്ഷികളുടെ എല്ലാവരുടെ കൂട്ടത്തിലും മുസ്തഫ നബിയുടെ കൂട്ടത്തിലാക്കി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. സന്ദർഭമായി പറഞ്ഞു പോയിന്നേ ഉള്ളൂ. റസൂലുൻ അമീനുൻ അക്രമുൽ ഖൽഖി കുല്ലിഹി ലദാ ഹദ്റത്തിർ റഹ്മാനി ലിർറത്ഖി വൽ ഫത്ഖ് ജലീലുൻ ജമീലുൻ കാമിലുൻ വമുബശ്ശിറു നദീറുൻ മുതാഉൻ ഇൻദ ദിൽ ഹദീ വൽ വഫ്ഖ്. ജലീലുൻ ഏറെ വളർമയുള്ളവനായ റബ്ബ്, ജമീലുൻ ഏറെ അഴകുള്ളവനായ റബ്ബ് എന്ന് അല്ല, ജലീലുൻ ഏറെ വളർമയുള്ള റസൂൽ ഒക്കെ റസൂലിന്റെ സിഫത്ത. ജലീലുൻ ജമീലുൻ കാമിലുൻ വമുബശ്ശിറു നദീറുൻ മുതാഉൻ ഇൻദ ദിൽ ഹദീ വൽ വഫ്ഖ്. ജലീലുൻ ഏറെ വളർമയുള്ള റസൂലാണ്, ജമീലുൻ ഏറെ സുന്ദരനായ റസൂലാണ്, കാമിലുൻ ഒരേ ഒരു പൂർണ്ണനാണ്, മുബശ്ശിറുൻ സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാണ്, നദീറുൻ താക്കീത് ചെയ്യാൻ വന്നതുമാണ്, മുതാഉൻ ഏറെ ഏറെ വഴിപ്പെടപ്പെടുന്ന ആളുമാണ്. ഹദീന്റെയും വഫ്ഖിന്റെയും ഉടമക്കാരൻ്റെ അടുത്ത് മുതാഉൻ 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 മുതീഅ മുതാഉൻ 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 ثم അമീൻ. അങ്ങനെ ഒരു ആയത്തുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ വഴിപ്പെടപ്പെടുന്ന ആളുമാണ് ഇയാൾ എന്ന്. ജലീലുൻ ഏറെ വളർമയുള്ള റസൂലാണ്, ജമീലുൻ ഏറെ അഴകുള്ള റസൂലാണ്, കാമിലുൻ ഏറെ സമ്പൂർണനാണ്, മുബശ്ശിറുൻ സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാണ്, പിന്നെ നദീറുൻ താക്കീത് ചെയ്യാൻ വേണ്ടി വന്നതുമാണ്. വഴിപ്പെടപ്പെടുന്ന ആളാണ്. ഹിദായത്തിനും തൗഫീഖിനും അർഹതയുള്ളവന്റെ അടുക്കൽ, ഹിദായത്ത് കൊടുക്കാനും തൗഫീഖ് കൊടുക്കാനും അർഹതയുള്ളവൻ ആരാണ്? അല്ലാഹു. അവൻ്റെ അടുക്കൽ മുത്താഅാണ്. എല്ലാവരും വഴിപ്പെടേണ്ട വ്യക്തി അതാണ് മുത്താഅ. വഴിപ്പെടുന്ന വ്യക്തി മുതീഅ്, എല്ലാവരും വഴിപ്പെടേണ്ട വ്യക്തി മുത്താഅ. അവൻ്റെ അടുക്കൽ ഒരു മുത്താഅ ഉണ്ട്. അവൻ ഒരാളെ മുത്താഅാക്കി നിശ്ചയിച്ചു. അള്ളാഹുവിന് വഴിപ്പെടും പോലെ ഇയാൾക്കും വഴിപ്പെടണം. അള്ളാഹു പറഞ്ഞു, എനിക്കൊരാളുണ്ട്, എൻ്റെ ഒരു സർവൻ്റാണ്, ആൾക്ക് നമ്മൾ വഴിപ്പെടണം. മനസ്സിലാവണല്ലോ അവൻ പറഞ്ഞത്. മന്ത്രിയുടെ മുന്നിൽ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ടാവും. ആ അസിസ്റ്റൻറ്റിനെ ചവിട്ടി പുറത്താക്കിയാണ്ട് ഒരാൾക്ക് മന്ത്രിൻ്റെ ഓഫീസിൽ കയറിയാൽ വല്ലതും കിട്ടും? ഇല്ല. ആ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ കണ്ട് ബഹുമാനിച്ച് കാര്യം പറഞ്ഞാലേ അവിടേക്ക് കയറാൻ പറ്റുള്ളൂ. എന്നതുപോലെ അള്ളാഹു ഒരു സെക്രട്ടറിയെ നിർത്തിയിട്ടുണ്ട്. ആ സെക്രട്ടറിക്ക് വഴിപ്പെട്ടോലെ ആ ഓഫീസ് കയറാൻ പറ്റുള്ളൂ. ആ സെക്രട്ടറിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സെക്രട്ടറി അള്ളാഹു കൊള്ളൂ. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. നിങ്ങൾ പഠിച്ചു നോക്കി, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ എന്താ ഒരാൾ അങ്ങനെ എത്രയോ ആളുകളുണ്ടായിട്ട് ഒരാളെയല്ലേ മുഖ്യമന്ത്രിയാക്കിയത്? എല്ലാവരും മുഖ്യമന്ത്രിയാക്കും. പറയുള്ളൂ. ഇവിടെ ഇപ്പം കോടിക്കണക്കായ കോൺഗ്രസ്സുകാർ അധ്വാനിച്ചിട്ടാണ് മുഖ്യമന്ത്രി. എന്നാൽ അപ്പം ഇവർക്കൊക്കെ അർഹതല്ലേ മുഖ്യമന്ത്രിയാകാൻ? ഇയാളായിട്ട് മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്നു. പറയുള്ളൂ. പരിചയം നോക്കി ആക്കിയതാണോ? ഇയാൾ മുമ്പ് മുഖ്യമന്ത്രിയാണോ? അല്ല. എന്നാലും അയാളാണ് ആക്കിയത്. എന്തുകൊണ്ട് ഒരാളെ ആക്കാൻ പറ്റുള്ളൂ? ഇപ്പം മൂന്നാളിപ്പോൾ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ചർച്ചയ്ക്ക് വന്നു. ഒന്ന് രമേശ് ചെന്നിത്തല, പിന്നെ സതീശന്, പിന്നെ KC. എന്നായിക്കോട്ടെ, നിങ്ങൾ മൂന്നാൾ മുഖ്യമന്ത്രിയാണ്. അറിഞ്ഞു? മുഖ്യമന്ത്രി ഒരാളെ ആകുള്ളൂ. ബാക്കിയൊക്കെ വകുപ്പ് കൊടുക്കുന്നുണ്ട്. എന്നാലും അയാൾ അറിയുന്ന വകുപ്പാണ്, അയാളെ കീഴിലുള്ള വകുപ്പാണ്, അയാളാണ് മേലെ എന്നതുപോലെ അള്ളാഹുവിനൊരു സെക്രട്ടറിയേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫയാണ്. രണ്ടാമത്തെ ഒരു സെക്രട്ടറി ഇല്ല. അതെന്താ അങ്ങനെ ചോദിക്കരുത്?
രണ്ടാമത്തെ മുഖ്യമന്ത്രി ഇല്ലാത്തതുപോലെ എന്താ ഇയാൾ, അത് അള്ളാഹു അറിയും ഇയാൾ എന്തെങ്ങനെ ആക്കിയത്. നമ്മളെ പറ്റില്ലെന്ന് നമുക്ക് ഏതായാലും അറിയാലോ. മൂമിനാക്കി തന്നെ അൽഹംദുലില്ലാഹ്. അള്ളാഹ് നമ്മളെ മൂമിനാക്കി തരട്ടെ, അള്ളാഹ് നമ്മളെ മൂമിനാക്കി തരട്ടെ. ഹസൻ ബസരിയോട് ചോദിക്കപ്പെട്ടു, അന്ത മൂമിൻ, നിങ്ങൾ മൂമിനാണോ? എനിക്കറിയില്ല ഞാൻ മൂമിനാണോ. ആരാത് പറഞ്ഞത്? സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവായ ഹസൻ ബസരി. ഞാൻ മൂമിനാണെന്ന് എനിക്കറിയില്ല. അന്ത തുരീദു ബിഅന്നീ أؤمن بالله وبملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره من الله تعالى أنا أؤمن بها. ഈ 6 കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണോ നിങ്ങൾ എന്നെ ചോദിച്ചത്? എങ്കിൽ അതെനിക്ക് വിശ്വസിക്കുന്നുണ്ട് ഞാൻ, പക്ഷെ മുഅ്മിനാണോ എന്ന് എനിക്കറിയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അല്ലാഹു തആല പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹ് എന്നെ പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നാളെ അറിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ, മുഅ്മിനാകാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആരും അപ്പോൾ എല്ലാവരും ചിന്തിക്കണം എന്തായി പറഞ്ഞത്. ഇത് ജലീലുൻ, ഏറെ വളർമയുള്ള റസൂലാണ് ഈ റസൂൽ. ജമീലുൻ, ഏറെ അഴകുള്ള ആളാണ്. കാമിലുൻ, ഏറെ സമ്പൂർണ്ണനാണ്. പൂർണ്ണൻ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നും. മുബശ്ശിറുൻ, സന്തോഷവാർത്ത അറിയിക്കാൻ വന്ന ആളാണ്. നദീറുൻ, താക്കീത് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ്. മുതാഉൻ ഇൻദ ദിൽ ഹദി വൽ വഫ്ഖി, ഹിദായത്തിനും തൗഫീഖിനും അർഹതയുള്ളവൻ്റെ അടുക്കൽ മുതാഅൻ. മുതാഅ എന്നാൽ വഴിപ്പെടേണ്ടവൻ എന്ന് അവൻ നിശ്ചയിച്ച ആളാണ് ഈ വ്യക്തി മുഹമ്മദ് മുസ്തഫ. ഇമാമുൽ റസൂലില്ലാഹി വഹുവ മുഹ്മിദുഹും ഫഖദ് ഫാഖ മൻ ഖദ് ജാഅ ബിൽ ഹഖ് ലിൽ ഖൽഖ്. ഇമാമുൽ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതന്മാർക്കെല്ലാം നേതാവാണ് ഇയാൾ. വഹുവ, ഇയാളാണ് മുമിദ്ദുഹും, അവരെയെല്ലാം സഹായിച്ചതും. എല്ലാ നബിമാരെയും സഹായിച്ചത് ഇയാളാണ്. എല്ലാവരെയും. അന അക്രമുൽ ഖൽഖ്, അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനി ഞാനാണ്. ഇത് എല്ലാവർക്കും നേതാവാണ് മുഹമ്മദ് മുസ്തഫ. സയ്യിദുൽ വൽദി ആദം, ആദമിൻ്റെ മക്കൾക്കും നേതാവാണ് മുഹമ്മദ് മുസ്തഫ. വലാ ഫഖ്റ, ഞാനൊരു പ്രൗഢി എടുത്തു പറഞ്ഞതല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാനൊരു പ്രത്യേകമായ പ്രൗഢി പറഞ്ഞതല്ല, ഞാൻ പ്രത്യേകമായ വലുപ്പത്തരം പറഞ്ഞതല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഇമാമുൽ റസൂലില്ലാഹി വഹുവ മുമിദ്ദുഹും ഫഖദ് ഫാഖ മൻ ഖദ് ജാഅ ബിൽ ഹഖ് ലിൽ ഖൽഖ്. ഇമാമുൽ, ഇമാമാണ് ആർക്ക്? റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ മുർസലീങ്ങൾക്കെല്ലാം ഇമാമാണ് ഇയാൾ. വഹുവ, ഇയാൾ മുമിദ്ദും, ആ മുർസലീങ്ങളെല്ലാം സഹായിച്ച ആളുമാണ്. ഫഖദ് ഫാഖ, ഇയാൾ മേലെയായിട്ടുണ്ട്. മൻ, ചില ആളുകൾക്കെല്ലാം. ഖദ് ജാഅ ബിൽ ഹഖ് ലിൽ ഖൽഖ്, സൃഷ്ടികൾക്ക് ഹക്കും കൊണ്ടുവന്നവർക്കെല്ലാം നേതാവുമാണ്. ഫഖദ് ഫാഖ, ഫഖദ് ഫാഖ, ഇയാൾ നേതാവായിട്ടുണ്ട്. മൻ, ആർക്കെല്ലാം? ഖദ് ജാഅ ബിൽ ഹഖ്, സത്യം കൊണ്ടുവന്നവർക്കെല്ലാം. ആരിലേക്ക് സത്യം കൊണ്ടുവന്നു? ബിൽ ഖൽഖ്, സൃഷ്ടികളിലേക്ക്. സൃഷ്ടികളിലേക്ക് സത്യം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആര് വന്നോ അവർക്കെല്ലാം ഫാഖ, മെയ്തയാണ് ഇയാൾ. ഇയാളെ മെയ്തഞ്ഞ ഒരാളുമില്ല. മനസ്സിലായി? വഖദ് ഖദഅൽ അർശുൽ മജീദു ലിവത്അത്തിന്നല്ലേ പറഞ്ഞത്. അർശ് പോലും അങ്ങയുടെ കാലൊന്ന് ചവിട്ടാൻ വേണ്ടി താഴ്ന്നു തന്നത് ഓർമ്മയില്ലേ? അല്ലാഹ്, അർശ്, അള്ളാഹുവിൻ്റെ അർശ് ഒന്ന് ചവിട്ടാൻ വേണ്ടി കൊതിക്കുന്നു ഈ മനുഷ്യൻ്റെ കാലൊന്ന് ചവിട്ടാൻ. യാ സുബ്ഹാനല്ലാഹ്. വഖദ് ഖദഅൽ അർശുൽ മജീദു ലിവത്അത്തിൻ ഫഅൻതജിൽ ജമീഉൽ കാഇനാതി സമാഉ. അങ്ങനെ വരിയുണ്ട്, കഴിഞ്ഞു. ഔലികുല്ലിൽ കാഇനാതി സമാഉ, അങ്ങ് എല്ലാ പ്രപഞ്ചത്തിനും ആകാശമാണ്. അർശിനും ഒരു ആകാശമുണ്ട്, അത് അങ്ങാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇമാമുൽ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ മുർസലീങ്ങൾക്കെല്ലാം ഇമാമാണ് ഇയാൾ. വഖദ് വഹുവ മുബിത്തും, ആ മുർസലീങ്ങളെല്ലാം സഹായിച്ചതും ഇയാൾ തന്നെയാണ്. ഫഖദ് ഫാഖ, ഇയാൾ മീതയായിട്ടുണ്ട്. മൻ ഖദ് ജാഅ ബിൽ ഹഖ്, ഹക്കും കൊണ്ടുവന്നവർക്കെല്ലാം. ആരിലേക്ക് ഹക്കും കൊണ്ടുവന്നു? ബിൽ ഖൽഖി, സൃഷ്ടികളിലേക്ക് ഹക്കും കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആര് വന്നു അവർക്കെല്ലാം മീതയാണ് ഇയാൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്.
ലഅംദി വമാ അംദി അലയ്യ ബിഐനിൻ ലനിഅമൽ മുഖഫാഹാ ലിയൻവാലിയൽ ഖുൽഖ്. ലഅംദി എൻ്റെ ആയുസ്സാണേ സത്യം, വമാ അംദി അലയ്യ ബിഹയ്യിനിൻ എൻ്റെ ആയുസ് എൻ്റെ മേൽ ഒരിക്കലും നിസാരമായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് പോലും വെറുതെ കളഞ്ഞിട്ടില്ല റസൂലുള്ളാഹിന്റെ കാര്യത്തിലല്ലാതെ. ലഅംദി എൻ്റെ അംറാണ്, എൻ്റെ ജീവിതം, എൻ്റെ ആയുസ്സാണേ സത്യം, വമാ അംദി എൻ്റെ ആയുസ്സല്ല അലയ്യ എൻ്റെ മേൽ ബിഹയ്യിനിൻ ഒരു നിസാരമായ കാര്യമല്ല. ലനഅമൽ മുഖഫാ ഹാദിയൻ, ലനഅമൽ മുഖഫാ ആ പിന്തുടരപ്പെടേണ്ട ആൾ ഏറ്റവും യോഗ്യനാണ്. ആരാ പിന്തുടരപ്പെടേണ്ട ആൾ? മുഹമ്മദ് മുസ്തഫ. ഹാദിയൻ ഹിദായത്ത് നൽകുന്നവനായി വഴികാട്ടിയായി പിന്തുടരപ്പെടേണ്ട ആൾ ഏറ്റവും മഹാനാണ്, ഏറ്റവും ഞാമത്തുള്ളവനാണ്, ഏറ്റവും യോഗ്യനാണ്. അലിയൽ ഖുലുഖി സൽസ്വഭാവം ഏറ്റവും മീതയായ ആളുമാണ്. അലിയൽ ഖുലുഖ് സൽസ്വഭാവം ഏറെ മീതയായ ആളുമാണ് ഈ വ്യക്തി മുഹമ്മദ് മുസ്തഫ. ലഅംദി എൻ്റെ ആയുസ്സാണേ സത്യം, വമാ അംദി എൻ്റെ ആയുസ്സല്ല അലയ്യ എൻ്റെ മേൽ ബിഹയ്യിനിൻ ഒരു നിസ്സാരമായ കാര്യമല്ല എൻ്റെ ആയുസ്. അതായത് ഞാൻ വെറുതെ എൻ്റെ ഒരു സെക്കൻഡ് പോലും കളഞ്ഞിട്ടില്ല. അല്ലാഹു തആല നാളെ അള്ളാഹിൻ്റെ കോടതി ചോദിക്കും, എൻ്റെ ആയുസ് എന്തിനാ ചെലവാക്കി? എല്ലാത്തിനും പറയാം, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 4 കാര്യത്തിന് മറുപടി പറയാതെ കാലങ്ങോട്ട് വെക്കാൻ സമ്മതിക്കൂല. 4 കാര്യത്തിന് മറുപടി പറയാതെ എൻ്റെ ആയുസ് നീ എന്തിനാ ചെലവാക്കിയത്? അല്ലാഹു അന്ന് നല്ലത് പറയാൻ ജലജലായ റബ്ബിൻ്റെ വലിപ്പത്തരം കൊണ്ട് നമ്മളെ നന്മ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല മായ്ച്ചു തരട്ടെ. എല്ലാ തെറ്റുകളെയും അല്ലാഹു തആല മായ്ച്ചു തരട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ടവരിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ആമീൻ. ലഅംദി വമാ അംദി അലയ്യ ബിഐനിൻ ലഅമൽ മുഖഫാഹാ ലിയൻവഅലിയൽ ഖുൽഖ് ദഅനി വഅബ്ലാനി محياه كلما تبدى سباني نحو الربق بالرق. ദഅനി എന്നെ ക്ഷണിച്ചു, വഅബ്ലാനി എന്നെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു, എന്നെ അബ്ലാനി എന്നെ പരീക്ഷിക്കുകയും ചെയ്തു. എങ്ങനെയാണ് കുടുക്കി. മുഹയ്യാഹു അവിടുത്തെ മുഖം, കുല്ലമാ തബദ്ദാ എനിക്കാ മുഖം വെളിവായപ്പോഴെല്ലാം സബാനി ആ മുഖം എന്നെ വിളിച്ചു. നഹ്വഹു സബാനി എന്നെ വലിച്ചു. നഹ്വഹു അവിടുത്തെ നേർക്ക് അരിബക്കു ഒരു പ്രേമത്തിൻ്റെ കയറ്, അടിമത്തം കൊണ്ട്. ഞാൻ നബി ഇടക്കിടക്ക് സ്വപ്നം കാണും, അപ്പോഴെല്ലാം എൻ്റെ കഴുത്തിൽ കയറിട്ട് വലിക്ക്. അവിടുന്ന് വിട്ടുവരിക എനിക്ക് കഴിയില്ല. എന്താ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? കവി ഇടക്കിടക്ക് ആരെ കാണും? റസൂലുള്ളാഹിനെ കാണുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ വലിക്കും. ആ മുഖം എന്നാണ് വലിക്കുകയാണ്. ആ മുഖം വലിച്ചാൽ എനിക്ക് എവിടേക്ക് പോകാൻ കഴിയും? ഒന്നും കൂടി നോക്ക്. എന്താ ദഅനി എന്നെ ക്ഷണിച്ചു, വഅബ്ലാനി എന്നെ അങ്ങോട്ട് പരീക്ഷണത്തിലാക്കുകയും ചെയ്തു. എനിക്ക് അവിടുന്ന് ഒരു പരീക്ഷണം, എനിക്ക് അതിൽ പരീക്ഷണമാണ്. ഇപ്പം രാവിലെ നിങ്ങൾ എവിടേക്കോ പോകേണ്ട ആൾ എൻ്റെ അടുത്ത് വന്നു. നിങ്ങൾ മദ്രസക്ക് പോകാൻ വേണ്ടി കുപ്പായം മാറ്റി വരിക, പിന്നെ എൻ്റെ അടുത്ത് വന്നു. പിന്നെ എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്തിനു പോകുന്നതാ? മദ്രാസുകാരാണ് പെണ്ണുങ്ങളത് വന്ന് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ അങ്ങനെ ചിറ്റി എന്നാൽ ഓളെ ഫോൺ വന്നാൽ എടുക്കാൻ വരെ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതൊരു പരീക്ഷണമാണ്. എന്ത്? ഞാൻ നിങ്ങൾക്കൊരു പരീക്ഷണമാകുക. എല്ലാവരും ദുനിയാവിന് ചിറ്റിയപ്പോൾ ഞാൻ ഈ മനുഷ്യനെ ചിറ്റി. ദഅനി എന്നെ ക്ഷണിച്ചു, അബ്ലാനി എന്നെ പരീക്ഷിക്കുകയും ചെയ്തു. മുഹയ്യാഹു അവിടുത്തെ മുഖം, കുല്ലമാ തബദ്ദ വെളിവായപ്പോഴെല്ലാം സബാനി എന്നെ വലിച്ചു. നഹ്വഹു ആ ആളുടെ മേർക്ക് വലിച്ചു. അരിബക്കു ഒരു കയറ് ബിരിക്ക് അടിമത്തം കൊണ്ട്. അതായത് ഞാൻ അവിടുത്തെ ആ മുഖം ഇടക്കിടക്ക് സ്വപ്നത്തിൽ കാണും. അപ്പോൾ ആ മുഖം എന്നെ എവിടേക്ക് വലിക്കും? അടിമയെപ്പോലെ വലിക്കും. അപ്പം അടിമയെ ഉടമക്കാരൻ കയറിട്ട് വലിക്കും പോലെയാണ് എന്നെ ആര് കൊണ്ടിറക്കണത്? സുഖം കൊണ്ടിറക്കുന്നത്. എനിക്ക് അവിടെ നിന്ന് പോരാൻ കഴിയില്ല. എനിക്ക് പൈസ ഉണ്ടാക്കാനോ കുഴപ്പം പോകാനൊന്നും കഴിയില്ല. ഞാൻ അങ്ങനെ അടിമയെ നടക്കും. ആർക്ക്? സുബ്ഹാനല്ലാഹ്.
അതൊരു വാക്യല്ലേ? എന്താണ് ആ വാക്യം? നമ്മളിപ്പോൾ എല്ലാവരും തമ്മിൽ ചോദിക്കാം, റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ എന്താ വഴി? റസൂലുള്ളാഹിനെ സ്നേഹിക്കാനുള്ള വഴി അറിയോ? ഞാൻ പറഞ്ഞുതരാം, ഇപ്പം പറയാം. പറഞ്ഞു തരാം, കേൾക്കൂല. റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് സ്നേഹിക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കാ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പൂതിയില്ലാത്ത? പറഞ്ഞല്ലോ, പറഞ്ഞു തരാം. നിങ്ങൾ ചായ വരെ എനിക്ക് വാങ്ങിത്തരില്ല. അതിൻ്റെ ഒരു ചായയും തരില്ല. ഒരു ചായ, ഒരു നെയ്യപ്പം വരെ എനിക്ക് വാങ്ങിത്തരണ്ട. അതിൻ്റെ പേരിൽ നിങ്ങൾ ചായൻ്റെ ഒരു കടി വരെ തരണ്ട, ഒരു ബിസ്ക്കറ്റ് വാങ്ങിത്തരണ്ട. നിങ്ങൾ തിന്നുന്ന കടലമുട്ടായിൻ്റെ ഒരു പൊട്ട് തരണ്ട. ഒരു കാലിച്ചായ, ഒരു മധുരമില്ലാത്ത കാലിച്ചായ വരെ വാങ്ങിത്തരണ്ട. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് പൂതിയില്ലേ? അതിന് നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തരണോ? ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം. അതിന് ആഗ്രഹമുള്ളവരൊക്കെ കൈയൊന്തിച്ചോളി, ഞാൻ അതിന് വഴി പറഞ്ഞുതരാം. പറഞ്ഞുതരട്ടെ? വഴി ഒറ്റ വഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ സ്നേഹിക്കുക. ബസ്, വേറെ വഴിയില്ല. കഴിഞ്ഞു. ഇങ്ങോട്ട് സ്നേഹിക്കണം, അല്ലാതെ വഴിയില്ല. അതിനുള്ള വഴി എന്താന്ന് എനിക്കറിയില്ല. നടക്ക്, കുത്തനെ നടക്ക്. അതിന് വഴിയുണ്ട്, അതിനൊരു വഴിയുണ്ട്. ദുആ. പക്ഷേ റസൂലുള്ളാഹിനെ സ്നേഹിക്കണേ. നിങ്ങളെ സ്നേഹിച്ചാലേ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ ഒരിക്കലും കഴിയും. അല്ലെങ്കിൽ കഴിയൂല, ഒരിക്കലും കഴിയില്ല. മറ്റേത് വെറും വർത്താനാണ്. അത് അള്ളാഹിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹ് നമ്മൾ സ്നേഹിക്കണം, അല്ലെങ്കിൽ കഴിയില്ല. അള്ളാഹുവിനെ നിനക്ക് സ്നേഹിക്കണമെങ്കിൽ നിന്നെ അള്ളാഹു സ്നേഹിക്കണം, അല്ലെങ്കിൽ കഴിയില്ല. റസൂൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയാൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ കോലാണ് മാറും. പിന്നെ ഗ്യാസും കുറ്റി നിറച്ചു കൊടുക്കാൻ എനിക്ക് നേരം ഉണ്ടാവില്ല. ഇത് അന്തം വിട്ട് അങ്ങനെ നടക്കും. എൻ്റെ എന്നെ പറ്റി പറയും പിരാന്തം, കള്ളക്കാക്ക. ഞാൻ കേട്ടി അന്ന് മുതൽ കുടുങ്ങിയതാണ്. എന്നെ ചീത്ത പറയുന്നുണ്ടോ? ഉറപ്പിച്ചോ? ഇജ് എൻ്റെ പെണ്ണുങ്ങൾ പറയാണ് നല്ല കാക്കയാണെന്ന് പറയുന്നുണ്ടോ? ഉറപ്പിച്ചോ? എൻ്റെ കാര്യം പോക്കാണ്, ഉറപ്പാണ്. ഇജ് അവളെ ഇടക്കിടക്ക് ബീച്ചിൽ കൊണ്ടുപോകുക, അവൾക്ക് വണ്ട് വാങ്ങിക്കൊടുക്കുക, ഒക്കെ പറ്റിയത് പറയണം. പറ്റിയത് പറഞ്ഞിട്ടില്ല അന്ന് തെറ്റും. അതൊക്കെ സത്യം. നമ്മളെ അവസ്ഥ മാറും. റസൂൽ നമ്മളെ സ്നേഹിച്ച നമ്മളെ അവസ്ഥകൾ മാറും. സ്നേഹിച്ച ആളാണ് സി എം വലിയുള്ള. റസൂലിനെ സ്നേഹിച്ച ആളാണ്. അതുകൊണ്ട് റസൂലിനെ സ്നേഹിക്കാൻ കഴിഞ്ഞു. അതാണ് ഇബ്രാഹിം നിയാസ്. അവർക്ക് ദുനിയാവെന്താ? അവർക്ക് രാജാവ് പ്രജ വ്യത്യാസമല്ല. അതായത് ഒരാളില്ല. അവർക്ക് മുതലാളി തൊഴിലാളി വ്യത്യാസം ഉണ്ടാവില്ല. അവർക്ക് എല്ലാവരും ഒരുപോലെ ഇരിക്കും. ഒരു മന്ത്രിനെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. മന്ത്രിനെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടോ? ആവില്ല. പാപ്പയാവില്ല, ഒരിക്കലും ആയിരിക്കില്ല. മന്ത്രിനെ കണ്ടാലും തോട്ടിനെ കണ്ടാലും ഒരുപോലെയാണ് ആ മനുഷ്യൻ നിൽക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോളി, ആ മനുഷ്യൻ വലിയായിരിക്കും. അത് വലിയാണ്. മുഖ്യമന്ത്രി നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്ന് ഒരു ഔലിയ പാപ്പ എന്ന് പറഞ്ഞെന്ന് ഒരാളോട് പറഞ്ഞു. മുഖ്യമന്ത്രി കാണാൻ വരും. അപ്പോൾ അതാ കസേരകൊണ്ടിരി അവിടുന്ന് കൊണ്ടിട്ട് മുഖ്യമന്ത്രിനെ കാണാൻ വരുന്നുണ്ട് എന്ന് ഉറപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിലായത്തിൻ്റെ പദവിയിൽ ആ വ്യക്തി എത്തിയിട്ടില്ല. അവർക്ക് എന്ത് മന്ത്രിയാണ്, അവർക്ക് എന്ത് നാടനാണ്, അവർക്കൊക്കെ അതാണ് സൃഷ്ടികളാണ്. അതാണ് ആ അവസ്ഥ. അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവർ ആരിലാണ്? അള്ളാഹുവിലാണ്. അവർക്ക് താഴത്തേക്ക് ഒരു വ്യത്യാസം തോന്നൂല.
അങ്ങനെയാണ്. അതാണ് അതിൻ്റെ സത്യം. അവർക്കൊരു വ്യത്യാസം തോന്നില്ല, ഒന്നും തോന്നില്ല. ഇന്ദിരാഗാന്ധി വന്നിട്ട് അരിമിയാനോട് പറഞ്ഞില്ലേ, റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ കോൺഗ്രസ് ഒരു പ്രയാസമുള്ള സമയത്താണ് നിങ്ങൾ കോൺഗ്രസിനെ സഹായിക്കണം. അപ്പോൾ പറഞ്ഞു, രാഷ്ട്രീയക്കാരെ സഹായിക്കാൻ വേണ്ടി ഫത്വ പറയാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പറഞ്ഞു, നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി എല്ലാ രാത്രിയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, നിങ്ങൾ നീതിമാനായാൽ മതി. അതൊരു പ്രധാനമന്ത്രിയോട് ഒരാൾക്ക് പറയണമെങ്കിൽ ആ ആൾക്ക് സൃഷ്ടിയും രാജാവും ഒരു വ്യത്യാസം അല്ലെങ്കിൽ കഴിയുള്ളൂ. മനസ്സിലായിട്ട് ആ വ്യക്തിക്ക് അവിടെ വ്യത്യാസം ഉണ്ടാവില്ല. ആ വ്യക്തി അള്ളാൻ്റെ ആളാണ്. അപ്പോഴേ ആ വ്യക്തിക്ക് അതിന് കഴിയുള്ളൂ. എൻ്റെ ജയിലിലിട്ടാൻ എന്താ മനസ്സിലായി? അതന്നെ. അപ്പം അവർ വിഷയമൊന്നുമില്ല. അവാർഡ് കൊടുത്ത് പ്രസംഗിക്കാൻ വേണ്ടി അലിമയാനെ ദുബായിലേക്ക് കൊണ്ടുപോയി. ഹോളി ഖുർആൻ അവാർഡ് കൊടുത്തു പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ടുപോയി. പ്രസംഗിച്ചത് മുഴുവനും അറബികൾക്കെതിരെ. എന്നാൽ ഒരു ചാർട്ടർ ഫ്ലൈറ്റാണ് ഉണ്ടായത്. എന്നിട്ട് മുഴുവനും അവർ അറബികൾക്കെതിരെ പ്രസംഗിച്ചു പോന്നു. അത് ജയിലിനെ പേടിയില്ല. ആ പ്രസംഗം കേൾക്കുമ്പോൾ ദുബായ് ഭരണാധികാരി സ്റ്റേജിൽ ഇരുന്നില്ല, പേടിച്ചിട്ട്, ബഹുമാനം കൊണ്ട്. ഒരു ഫക്കീറായ മനുഷ്യൻ്റെ സ്റ്റേജിൽ ദുബായ് ഭരണാധികാരി ഇരുന്നില്ല, പേടിച്ചിട്ട്, ബഹുമാനം കൊണ്ട്. അറബികളെ മുഴുവൻ പ്രസംഗം മുഴുവൻ അറബികളെ ചീത്ത. എന്തുകൊണ്ടാണ് അതിന് കഴിഞ്ഞ് പറയാം? ഇതെന്തുകൊണ്ട്? ആരെ പേടിയുള്ളൂ? അള്ളാഹുവിനെ. അങ്ങനത്തെ ഒരു മനുഷ്യനെ കഴിയുള്ളൂ. നിങ്ങളിത് ചിന്തിക്കണം. നമ്മൾ അട്ടിമറിഞ്ഞിട്ടുണ്ട്. ഇതൊന്നല്ല പണ്ഡിതധർമ്മം. പണ്ഡിതധർമ്മം വേറെയാണ്. പണ്ഡിതധർമ്മം എന്നാൽ ആരെ കാണിച്ചു കൊടുക്കണം? അള്ളാഹിനെ കാണിച്ചു കൊടുക്കണം. അല്ലാഹു അല്ലാത്ത ഒരാളെയും പേടിക്കാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവരെ പേടിച്ചാൽ സാധുക്കളായ ജനങ്ങൾക്ക് നീതി കിട്ടൂല. സാധുക്കളായ ജനങ്ങൾക്ക് നീതി കിട്ടുന്ന ഈ പണ്ഡിതന്മാർ അല്ലാഹു അല്ലാത്ത ഒരാളെ പേടിക്കാൻ കൊടുക്കണം, മര്യാദക്ക് നീതി കൊടുക്കണം എന്ന് പറയാൻ പണ്ഡിതന് കഴിയണം. ഏത് രാജാവിനോട് പറയണം? ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. സ്വഹാബത്തിൻ്റെ കാലത്ത് അബൂദറിൽ റളിയല്ലാഹുവിൻ്റെ മകളെ, അബൂദർദാ റളിയല്ലാഹുവിൻ്റെ മകളെ ഭരണാധികാരിയുടെ മകനെ കെട്ടാൻ പറ്റി മേടിക്കാൻ പെണ്ണ് അന്വേഷിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു. ഫൈന ദീനു അബൂദർദാ. പിന്നെ അബൂദർദാൻ്റെ ദീൻ എവിടെ ഇരിക്കുന്നു ചോദിച്ചു. അതായത് ഭരണാധികാരിൻ്റെ മകന് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്താൽ പിന്നെ എൻ്റെ ദീനിന് എന്ത് വിലയുള്ളത്? അതേ സമയത്ത് കെട്ടിച്ചു കൊടുത്താൽ പിന്നെ പറയാലോ, ഭരണാധികാരിൻ്റെ മകനാണ് എൻ്റെ മകളെ കെട്ടിയെന്നുണ്ട്. കെട്ടിച്ചു തരൂലാന്ന്. മന്ത്രിയുടെ മകന് വേണ്ടിയിട്ട് മാലിക് ബിൻ അനസിൻ്റെ മകളെ അന്വേഷിച്ചു റളിയല്ലാഹു അൻഹു. മന്ത്രിയുടെ മകന് വേണ്ടി അന്വേഷിച്ചു മകളെ. ആരുടെ മകളെ? മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ പ്രായപൂർത്തിയായി, സുന്ദരിയായ പെൺകുട്ടി. അപ്പോൾ രാജാവ് മന്ത്രിയുടെ മകന് വേണ്ടി അന്വേഷിച്ചു. അപ്പോൾ പിന്നെ അതിനൊരു തീരുമാനം പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം ഒരു ശിഷ്യൻ കാണാൻ വേണ്ടി വന്നു. മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഒരു ശിഷ്യൻ കാണാൻ വേണ്ടി വന്നു. എന്നെ ഒരു വലിയക്കാരനായ ചെറുപ്പക്കാരനായ ഒരു നല്ല മുഹദ്ദിസായ ഒരു ശിഷ്യൻ കാണാൻ വേണ്ടി വന്നു. എന്തിനെ പോകുന്നു ചോദിച്ചു. ഖതൂഫിയത്ത് സൗജത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി എന്ന് പറഞ്ഞു. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ശിഷ്യൻ പറഞ്ഞു, എൻ്റെ ഭാര്യ മരിച്ചുപോയി, ആ വേദനയും വിഷമം പറയാൻ വേണ്ടി, ദ്വാർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. തുരീദു സിവാജ്, എനിക്ക് പുതിയ പെണ്ണിട്ടാൻ ആഗ്രഹമുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പിന്നെ അല്ല എന്താ കൃഷി, എന്തെങ്കിലും എൻ്റെ കയ്യിൽ സാധനം തേനുണ്ടോ ചോദിച്ചു. എന്തിന്? മാറിന്. അപ്പം എന്തോ ഉണ്ടത്, എന്തോ എന്ന് പറഞ്ഞു. എന്നാൽ ഫനാദിന്നാസ്,
അവിടെ ഒരു 4 മനുഷ്യൻ പുറത്തിറങ്ങിയിട്ട് 4 മനുഷ്യന്മാരാണ് വിളിക്കും. മനുഷ്യന്മാരെ വിളിച്ചു, അകത്ത് പോയിട്ട് മോളോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, അവൾക്ക് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിപ്പിച്ചു കൊടുക്ക്, അവളെ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ആ ശിഷ്യനെ കെട്ടിച്ചു കൊടുത്തു. അപ്പം കെട്ടിച്ചു കൊടുത്തു. പിറ്റേന്ന് മന്ദിരയുടെ ആളുകൾ വന്നു, കല്യാണം. അപ്പോൾ പറഞ്ഞു അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. നടാടെ കെട്ടിച്ചു കൊടുക്കുക, സുന്ദരിയായ പെൺകുട്ടി. ആര് ചോദിച്ചു? മന്ദിരയുടെ മകന് ചോദിച്ച ഈ പെൺകുട്ടിയെ അന്ന് വൈകുന്നേരം തന്നോട് എൻ്റെ ഭാര്യ മരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി വന്ന ശിഷ്യനാണ് കെട്ടിച്ചു കൊടുത്തു. എന്നാലും ആർക്ക് കിട്ടിച്ചില്ല? 2ാം കെട്ടുകാരനെ കെട്ടിച്ചു കൊടുത്തു. എന്നാലും ആർക്ക് കിട്ടിയില്ല. എന്ത്? ഒരു കള്ളോ അല്ലാത്തൊരാളെ പേടിയല്ല, ഒരു കള്ളാനെ പേടിയുള്ളൂ. അതാ പണ്ഡിതൻ.